ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്തൊരു ഏരിയയാണ് എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം ഇന്ത്യയിൽ, എന്ത് ലൈസൻസൊക്കെ വേണം, GST നിർബന്ധമാണോ, അതോ എനിക്ക് വേറെ എന്തെങ്കിലും കമ്പനി പോലെ തുടങ്ങണോ, അങ്ങനെ എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന രീതിയിൽ എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം, എന്തൊക്കെ ലൈസൻസ് വേണം, അതുമാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ബിസിനസ്സിനെയാണ് പ്രൊപ്രൈറ്റർ എന്ന് പറയുന്നത്. ഇവിടെ പ്രൊപ്രൈറ്ററും, അതായത് ബിസിനസ് ചെയ്യുന്ന ആളും യഥാർത്ഥ ഓണറും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ നോർമലി ഒരു ലൈസൻസ് വേണം, അതായത് ട്രേഡ് ലൈസൻസ് എന്ന് പറയും. നമ്മൾ പ്രൊഡക്റ്റാണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ട്രേഡ് ലൈസൻസ് നോർമലി വേണ്ടത്. നമ്മളതിനെ മുനിസിപ്പൽ ലൈസൻസ്, കോർപ്പറേഷൻ ലൈസൻസ്, വില്ലേജ് ലൈസൻസ് ഒക്കെ പറയും. കേരളത്തിൽ K-SWIFT എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 വർഷം വരെ നമുക്ക് വേറെ ലൈസൻസുകളൊന്നും ഇല്ലാതെ K-SWIFT അപ്രൂവൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാം. ഇനി പ്രൊഡക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾ സർവീസ് ബിസിനസ് ചെയ്യുകയാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്, അല്ലെങ്കിൽ എന്തു പറയുക ഒരു കൺസൾട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബിസിനസ്സിൻ്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഉദ്യമ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഉദ്യോഗാധാർ എന്ന് പറയുന്ന MSME രജിസ്ട്രേഷൻ, നമ്മൾ മുമ്പ് അങ്ങനെയാണ് സംസാരിക്കാറ്. ആ ലൈസൻസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇനി ഉദ്യമ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. നിങ്ങളുടെ കമ്പനി മീൻസ് ഫേമിൻ്റെ ഡീറ്റെയിൽസും പ്രൊപ്പറേറ്റർ ഡീറ്റെയിൽസും എല്ലാമാണ് വേണ്ടത്. അതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ചിലവുകളും ഇല്ല. സ്വന്തമായി ആധാർ ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഉദ്യോഗാധാർ എന്ന് പറയുന്നത്. നിങ്ങൾ ആധാർ ബേസ്ഡ് ആക്കി ഉദ്യോഗാധാറിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ പേര്, ട്രേഡ് നെയിം, അതുപോലെ തന്നെ എവിടെയാണ് അഡ്രസ്സ് വരുന്നത്, എത്ര എംപ്ലോയീസ് ഉണ്ട്, ഇത് സെക്ടറാണ് വരുന്നത്, ഇതിനെപ്പറ്റി കൊടുത്തു വരുന്ന ഒരു ലൈസൻസാണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സർവീസ് ബിസിനസ്സിന് വേറെ ഒന്നും വേണ്ട. പിന്നെ വരുന്ന ഒരു ലൈസൻസിങ് വേണ്ടത് GST എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. GST എപ്പോഴാണ് നിർബന്ധമാകുന്നത്? നമ്മുടെ ബിസിനസ് സർവീസ് ആണെങ്കിൽ 20 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷം നമുക്ക് ടേൺ ഓവർ ഉണ്ടാവുക, അതായത് സെയിൽ ഉണ്ടാവുക, പ്രോഫിറ്റ് അല്ല പറയുന്ന സെയിൽ ഉണ്ടാവുക. അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 40 ലക്ഷത്തിൽ കൂടുതൽ ആവുകയാണെങ്കിൽ മാത്രമാണ് നിർബന്ധമായിട്ട് നമ്മൾ GST എടുക്കേണ്ടത്. സ്വമേധയാ നമുക്ക് എപ്പോൾ വേണമെങ്കിലും GST എടുക്കാം. ചില ബിസിനസ്സുകൾക്ക് നമുക്കൊരു സെയിൽ ചെയ്യണമെങ്കിൽ നിർബന്ധമായും GST ചോദിക്കും. ഇപ്പോൾ നിങ്ങളൊരു e-commerce പ്ലാറ്റ്ഫോം ചെയ്യുകയാണ്, ആമസോണിൽ ലിസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ എന്നൊക്കെ പറയും. അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ ടേൺ ഓവർ ഇല്ലാതെ തന്നെ GST എടുക്കേണ്ടതായിട്ട് വരും. ഇനി കേരളത്തിനുള്ളിൽ തന്നെ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന കേസുകളിൽ നമുക്ക് വേണമെങ്കിൽ GSTയുടെ കേസ് ഒഴിവാക്കി ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ലൈസൻസ് എടുക്കുക. ഇപ്പോൾ GST എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായും എല്ലാ മാസവും നിൽ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സെൽഫായിട്ടും ചെയ്യാം, എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കൺസൾട്ടൻറ്റിൻ്റെയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സർവീസ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ടും അതുപോലെ തന്നെ ഉദ്യമ രജിസ്ട്രേഷനും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതും നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ GSTയുടെ കേസ് വരുമ്പോഴാണ് ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലേക്കോ അഡീഷണൽ സ്പേസിലേക്കോ നമ്മൾ മാറേണ്ടതായിട്ട് വരാം. അതിനുശേഷം ബിസിനസ് വളരുന്നതിനനുസരിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ എന്തായാലും നമ്മൾ എല്ലാ വർഷവും നിർബന്ധമായും ചെയ്യണം. നമ്മുടെ ടേൺ ഓവർ മാത്രമല്ല പ്രോഫിറ്റും ഒരു 2.5 lakhs to 3 lakhs മുകളിൽ വന്ന് നിർബന്ധമായും ഇൻകം ടാക്സും ഫയൽ ചെയ്യണം. വേറെ ഒരു ചിലവില്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഒരു പ്രൊപ്രൈറ്റർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് 4 ബ്രാഞ്ച് അദ്ദേഹത്തിനുണ്ട്. 15 കോടി രൂപയോളം അദ്ദേഹം പ്രൊപ്രൈറ്റർഷിപ്പിലൂടെ തന്നെ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വേറെ മോഡലിലേക്കൊക്കെ പോകാം. പക്ഷേ ഒറ്റയ്ക്ക് വേറെ ഫൗണ്ടറൊന്നും ഇല്ല, ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോഡലും ചെയ്യാം. പിന്നെ ഇവിടെ നോക്കേണ്ടത് ടാക്സ് പ്ലാനിങ് എന്ന് പറയും. ആ ഒരു മോഡലും കൂടി ചിന്തിച്ചിട്ട് വേണം ഏതാണ് നല്ലതെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഫൈനലി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈസൻസിൻ്റെ കൂടെ ട്രേഡ് ലൈസൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ചെയ്യണം. പ്രൊഡക്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ട്രേഡ് ലൈസൻസ് കൂടി നമുക്ക് എടുക്കണം. കേരളത്തിലാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ലൈസൻസിങ് എല്ലാം റെസ്പെക്റ്റീവ് അതോറിറ്റിയിൽ പോയി നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് ബിസിനസ്സിന് ഒരു കറണ്ട് അക്കൗണ്ടും ഒരു ഉദ്യമ രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം. അതുപോലെ തന്നെ ടേൺ ഓവർ 20 lakhs മുകളിലാണെങ്കിൽ നമുക്ക് GST എടുക്കാം. എല്ലാ വർഷവും ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ട്രേഡ് ലൈസൻസ്, ഇപ്പോൾ K-SWIFT പോർട്ടലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും.